ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചൈൽഡ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ടാഗോർ ഒരു ബംഗാളി പോയറ്റാണ്, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സോങ് കമ്പോസർ, എസ്സേയിസ്റ്റ്, പെയിൻറ്റർ ആസ് വെൽ ആസ് എ പ്ലേ റൈറ്റ്. ഈ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന സംഭവത്തിന് വെസ്റ്റിൻ്റെ അടുത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഒരു മേജർ റോൾ ആൾക്കുണ്ടായിരുന്നു. ആൻഡ് ഹി ബിക്കെയിം ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു റിസീവ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913. അപ്പോൾ 1913 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയ ഏക നോൺ യൂറോപ്യൻ ആയിട്ടുള്ളൊരു പേഴ്സണാണ് രവീന്ദ്രനാഥ് ടാഗോർ. ആൻഡ് ആളുടെ മേജർ ആയിട്ടുള്ള പോത്തിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഗീതാഞ്ജലി, അതൊരു ഹോൾ കളക്ഷൻ തന്നെയാണ്. ഗാർഡനർ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ചൈൽഡ് എന്ന് പറയുന്നത് ആളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പോമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ആളുടെ പ്ലേസ് വരെ ഒരുപാട് ഫേമസ് ആണ്. ആളുടെ പ്ലേസൊക്കെ ഒരുപാട് എണ്ണം മൂവീസൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ആളുടെ വർക്ക്സിലൊക്കെ നമുക്ക് ഇന്ത്യൻ ട്രഡീഷൻ, ഒരു ആൻഷ്യൻ്റ് അല്ലെങ്കിൽ മിഡീവൽ ആൻഡ് ഫോക്ക് ഇന്ത്യൻ ട്രഡീഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹ്യൂമനിസം, മിസ്റ്റിസിസം, റൊമാൻറ്റിസിസം, ഈ സംഭവങ്ങളൊക്കെ ആളുടെ പോത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആ ഒരു ചൈൽഡ് എന്ന് പറയുന്ന പോം, ഇറ്റ് വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. പിന്നെയാണ് അത് ബംഗാളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ശിശു തീർത്ഥ എന്നുള്ളൊരു ടൈറ്റിൽ. ഈ പോം ഒറിജിനലി എഴുതിയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ഈ ഒരു പോം മാത്രമാണ് ആൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരുന്ന പോം. ഓൺലി പോം റിട്ടൺ ഒറിജിനലി ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ഈ ചൈൽഡ് എന്ന് പറയുന്ന പോം ഇസ് ഇൻസ്പയർഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ഗാന്ധിനെയും കൊണ്ടൊരു ഇൻഫ്ലുവൻസും ഇതിനകത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ ടൈറ്റിലിൽ ഇപ്പോൾ ദ ചൈൽഡ് എന്നാണല്ലോ ടൈറ്റിൽ. അത് എന്താ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗോർ ഹി ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ത്രൂ ചിൽഡ്രൻ ദാറ്റ് ദ വേൾഡ് കുഡ് ബി റെഡീംഡ്. അപ്പോൾ കുട്ടികളിലൂടെ, ചിൽഡ്രനിലൂടെയാണ് ഈ വേൾഡ് റെഡീം ചെയ്യാൻ പറ്റുക എന്നൊരു തോട്ട് ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന് ചൈൽഡ് എന്നൊരു പേരിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ചൈൽഡ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ബേബി ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പോത്തിൻ്റെ ഫസ്റ്റ് സെക്ഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് 10 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സെക്ഷനിൽ കാണാൻ പറ്റുന്നത് ഒരു ഹ്യൂമാനിറ്റി അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമാനിറ്റി ഈസ് ഗ്രൂപ്പിംഗ് ഇൻ ദ ഡാർക്ക്നെസ്. അവിടെ ഫുൾ ഇഗ്നറൻസ് ആണ്. അവരെല്ലാവരും ഹ്യൂമൻസ് എല്ലാവരും വാണ്ടർ ചെയ്യുകയാണ്. അവർക്ക് എന്തിൽ പോകണം, എന്ത് ചെയ്യണം, എന്താണ് അവരുടെ പേർപ്പസ്, ഈ എക്സിസ്റ്റൻസിൻ്റെ റീസൺ എന്താണ്, ഇതൊക്കെ അറിയാതിരിക്കുന്ന സമയമാണ്. അത് വേൾഡ് വാറിൻ്റെ എഫക്റ്റായിട്ട്, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് കാണാം. ആ വേൾഡ് വാറിനെ നമ്മൾ ഒരുപാട് വാർ പോയിട്രിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഐസൊലേഷൻ, ഒരു ഡെസല്യൂഷൻ, അവിടെ ഒരുമാതിരി ബ്ലീക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു അട്ടർ കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഉള്ളത്. ആ പീപ്പിളിനെ ഈ ഒരു അട്ടർ കൺഫ്യൂഷൻ ഇസ് ട്രബിളിങ് ദം. ആൻഡ് ടാഗോർ പറയുന്നത് ഈവൻ ഗോഡ്സും അവരുടെ ആ ഒരു ഷ്രൈൻ വിട്ടിട്ട് പോയിക്കാണ് ഈ പീപ്പിൾസിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് കാരണം, അവർ ചെയ്ത ഈ ക്രുവാലിറ്റീസ്, ആ അട്രോസിറ്റീസ് ഒക്കെ കാരണം അവിടെ ഉണ്ടായിരുന്ന അമ്പലങ്ങളിലുള്ള ദൈവങ്ങളടക്കം അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കാണ്. ദ കൺഫ്യൂഷൻ സൂൺ ഗീവ്സ് വേ ടു വയലൻസ്. അവിടെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആൾക്കാർ തമ്മിൽ. ആ കൺഫ്യൂഷൻ പിന്നെ വയലൻസ് ആയി മാറി. ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് അറ്റാക്കിങ് ഈച്ച് അതർ. അപ്പോൾ ഈ ഒരു പോം എഴുതുന്നത് കുറച്ച് ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ്. സോ ടാഗോറിൻ്റെ മൈൻഡിലും ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് മേ ബി ഹി ഹാഡ് റിട്ടൺ ഇറ്റ്. ആൻഡ് അവിടുത്തെ പീപ്പിൾസ് ദേ വാസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവൽ. അവർക്ക് ആരാണ് ഫ്രണ്ട്, ആരാണ് എനിമി, അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ പോയിട്ട് കാണിച്ചു തരുന്നത്. അവിടെ ചോദിക്കുന്നുണ്ട് വാട്ട് ഓഫ് ദി നൈറ്റ് ദേ ആസ്ക്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ അവിടെ ആരുമില്ല. ആ ക്വസ്റ്റ്യൻ അവിടെ തിൻ എയറിലും അങ്ങനെ അലിഞ്ഞു പോവുകയാണ്. അതാരും അവിടെ ആൻസർ ചെയ്യാനില്ല. പിന്നെ പറയുന്ന ടൈം, ഫോർ ദ ബ്ലൈൻഡ് ടൈം ഗ്രോപ്സ് ഇൻ എ മെയ്സ് ആൻഡ് നോട്ട്സ് നോ ഇറ്റ്സ് പാത്ത് ഓഫ് പേർപ്പസ്. ടൈമിനെ ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. സമയത്തിന് അറിയുന്നില്ല ഇതിപ്പോൾ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ ഒരു മെയ്സിൻ്റെ അകത്ത് പെട്ടുപോയിട്ടുള്ള ഒരു സംഭവം ഒരാളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, എവിടേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ ടൈമിനെ പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാർക്ക്നെസ്, ആ ഡാർക്ക്നെസ് ഒരു ജയൻറ്റിൻ്റെ ഐ സോക്കറ്റ് പോലെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യാണ്. ഒരു ഡെഡ് ആയിട്ടുള്ള ജയൻറ്റിൻ്റെ ഐ സോക്കറ്റ് പോലെ ആ ഒരു വാലീനെ സ്റ്റെയർ ചെയ്യാണ്. ആ വാലിയിലുള്ള ഡാർക്ക്നെസ് അവരെ സ്റ്റെയർ ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു ബ്ലീക്ക് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ കാണിക്കുന്നത്. അവിടുത്തെ ക്ലൗഡ്സ് ഒക്കെ ഒരു നൈറ്റ് മെയറിനെ പോലെയാണ്. അതെല്ലാം ആ സ്കൈനെ ഒപ്രസ് ചെയ്യാണ്. അവിടെ ഒരു മാസീവ് ഷാഡോ ഉണ്ട്. അതൊക്കെ ആ ഒരു നൈറ്റിൻ്റെ എന്താ പറയുക, ലിംസിനെ ടോൺ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ടോൺ ചെയ്ത പോലെ അത് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവിടെ ആകെ ഒരുമാതിരി ആ ഒരു എർത്ത് എന്ന് പറയുന്നത് എം ടി ആണ്. ഹോൾ എർത്ത് ഇസ് എം ടി. അവിടെ ആകെ ഒരു മാതിരി ബ്ലീക്ക് അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത്. കൺഫ്യൂഷൻ, കെയോസ്, അങ്ങനത്തെ ഒരു മാതിരി സിറ്റുവേഷനാണ് അവിടെ ഉള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നത്.
ഈ നൈറ്റിനെ റിപ്റ്റ് അപ്പാർട്ട് ആക്കിയിട്ട് അത് സ്കാറ്റേഡ് ആയി കിടക്കുകയാണ്. ആ ഒരു നൈറ്റിനെ ടോൺ ലിംസൊക്കെ അവിടെ സ്കാറ്റേഡ് ആയി കിടക്കണമെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു യെല്ലോ ലൈറ്റ് നമുക്ക് ഇങ്ങനെ മിന്നി തെളിഞ്ഞ് പോകുന്നത് കാണാം. അതായത് കുറച്ച് സമയത്ത് അത് വരും, കുറച്ച് സമയത്ത് അത് പോകും. അപ്പോൾ അതൊരു എമിനൻറ്റ് ഡിസ്ട്രക്ഷനുള്ള ഒരു സിമ്പിളായിട്ട്, ഒരു സിഗ്നലായിട്ടായിരിക്കും. മേ ബി ഈ വാർ സമയത്തൊക്കെ ഓരോ ലൈറ്റും കാര്യങ്ങളും തെളിഞ്ഞിട്ട് പോകുന്നുണ്ടാവും. മേ ബി അതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നോട്ട് അറ്റ് ഓൾ ഷുവർ, ബട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റർപ്രിട്ടേഷൻ വന്നു. ദെൻ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് മേ ബി ഒരു ഏലിയൻ സ്റ്റാറിൻ്റെ ഒരു അൾട്ടിമേറ്റ് ത്രെറ്റ് ആയിരിക്കുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെ ആകെ അവർക്ക് കേൾക്കാൻ പറ്റുന്നത് റിജക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്ഫുൾനെസ്, ഫെയിലിയർ ഓഫ് ലൈഫ്. ഇങ്ങനെ ഒരുമാതിരി സിറ്റുവേഷനിലാണ് അവിടെ ആൾക്കാരുള്ളത്, അല്ലെങ്കിൽ ആ വേൾഡ് ഉള്ളത്. ആ ഷ്രൈന്, അവിടെയുള്ള ഷ്രൈനിൽ ഗോഡില്ല, ഗോഡ്ലെസ് ആയിട്ടുള്ള ഷ്രൈനാണ്, ഡിവിനിറ്റി ഇല്ല. അവിടെ ആൾക്കാർക്കും ഇല്ല, ആ പ്ലേസിലും ഇല്ല. പീപ്പിൾ ഓൾസോ ഡെസേർട്ടഡ് ഇറ്റ്, ഗോഡും ഡെസേർട്ട് ചെയ്തു. അവിടെയുള്ള മെൻ എല്ലാവരും ഒരു എപ്പിക്കിൻ്റെ കീറിയ പേജുകൾ പോലെ വെയ്ഗായിട്ടാണ് കിടക്കുന്നത്. ഐ മീൻ ദേ ഓർ ഗ്യാതേർഡ് ദേർ ആർ വെയ്ഗ് ലൈക്ക് ടോൺ പേപ്പേഴ്സ് ഓഫ് എൻ എപ്പിക്. അപ്പോൾ അവരാകെ എല്ലാവരും ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ അവർക്ക് എന്താ ഏതാ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ. ദേ ആർ ടോൺ അപ്പാർട്ട്. അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആൻഡ് അവരെല്ലാവരും സ്വയം ദേ ആർ ഹോൾഡിങ് ഈച്ച് അതർ. പിന്നെ കുറേ ആൾക്കാർ നെയ്ബേഴ്സിനെ സസ്പീഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഫുൾ ഒരു കെയോസ് ആണല്ലോ. അപ്പോൾ നെയ്ബേഴ്സിനെ വിശ്വസിക്കാത്ത ആൾക്കാരുമുണ്ട്. അങ്ങനെ വിമൻസ് പിന്നെ അവിടെ വീപ്പ് ചെയ്യുന്നുണ്ട്, അവർ കരയുന്നുണ്ട് ഈ സിറ്റുവേഷൻ ആലോചിച്ചിട്ട്. അവരുടെ മരിച്ച മക്കളെക്കുറിച്ച് ആലോചിച്ച്, ഹസ്ബൻഡിനെ കുറിച്ച് ആലോചിച്ച്, ദ ചിൽഡ്രൻ ആർ ലോസ്റ്റ് ഇൻ വിൽഡർനെസ്, ഒരുപാട് കുട്ടികളെ കാണാതെയായത്. അങ്ങനെ ഒരുപാട് ഒരുമാതിരിയുള്ള സിറ്റുവേഷനാണ് ആ ഒരു ഫസ്റ്റ് സെക്ഷൻ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈക്ക് എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ലൈഫ് ഉള്ളത്, അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ മെൻ്റൽ അഗണി, അവരുടെ ഫിസിക്കൽ അഗണി, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പിന്നെ ഇവിടെ കാണിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓരോരുത്തർക്ക് അറിയണം, ഓരോരുത്തർക്ക് വിഷമമാണ്, അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല, അവർക്ക് ഫുൾ ഓഫ് കൺഫ്യൂഷനാണ്, അവരെ ബാക്കി സ്വയം അപ്പുറത്തും പുറത്തുള്ളവരെ ഡൗട്ട് അടിച്ചിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഒരു സമാധാനമില്ലാത്ത സമയത്തും ചില ആൾക്കാരുണ്ട് അവരിതൊന്നും എഫക്റ്റേ ചെയ്തിട്ടില്ല. ദേ ആർ ഇഗ്നറൻറ്റ്. അവരിതിന് ഇഗ്നറൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ടും അവർ അറിയുന്നില്ല, അവരത് ബാധിക്കുന്നില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. When one side is suffering, the other is enjoying with laughter. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വയലൻസ് ഫുൾ എല്ലാവിടെയും നോക്കിയാലും വയലൻസ് ആണ്. ഇന്നസെൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതെയായി. നമുക്ക് സ്വന്തം ലൗഡ് വൺസിനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു ഗുഡായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല അവരെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ വേൾഡ് ഫുൾ ഈവിളാണ്. അപ്പോൾ ഒരു സൈൻ ഓഫ് വെജിറ്റേഷൻ ഇല്ല, ഒരു സൈൻ ഓഫ് ഹോപ്പ് ഇല്ല. അതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ കാണുന്നത്. സെക്കൻഡ് സെക്ഷനിലോട്ട് വരുമ്പോൾ അവിടെ ഒരു മാനിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മാൻ ഓഫ് ഫെയ്ത്ത്, ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു സെയിൻറ്റ് പോലത്തെ ഒരാൾ. അപ്പോൾ ആ ഒരു ഹില്ലിൻ്റെ മേളിൽ ആളിങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് അവിടെ ഫുൾ സ്നോ വൈറ്റ് സൈലൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വെജിറ്റേഷൻ ഇല്ല, ഹോപ്പില്ല, അങ്ങനെ സ്നോ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു ഹോപ്പില്ലാത്തൊരു സ്ഥലത്ത് അവിടെ ഫുൾ എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ആൾ ഈ സ്കൈലോട്ട് നോക്കിയിട്ട് എന്തെങ്കിലും സിഗ്നൽ ഉണ്ടോ എന്ന് നോക്ക്, ലൈറ്റിൻ്റെ സിഗ്നൽ ഉണ്ടോ നോക്കി. ആൻഡ് പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. ക്ലൗഡ്സ് ഒക്കെ തിക്കൻഡായിട്ട് നിൽക്കുമായിരുന്നു, പക്ഷെ അവിടെ ഒന്നും വിസിബിൾ ആയിരുന്നില്ല. അവിടുത്തെ സൗണ്ട് ഇസ് നോട്ട് സൂത്തിങ്. അപ്പോൾ ഈ മാൻ ഓഫ് ഫെയ്ത്ത് അവിടെയുള്ള ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാണ്. ബ്രദേഴ്സ്, ഡെസ്പയർ നോട്ട്, ഫോർ മാൻ ഇസ് ഗ്രേറ്റ്. അപ്പോൾ പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ സിറ്റുവേഷൻ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, മനുഷ്യർ, മാൻ ഇറ്റ് സെൽഫ് ഇസ് ഗ്രേറ്റ്, നമുക്കിതൊക്കെ തരണം ചെയ്ത് വരാൻ പറ്റും എന്നൊക്കെ പറയാണ്. പക്ഷെ അതൊന്നും ആരും കേട്ടില്ല. അയാൾ പറഞ്ഞ ഈ അഡ്രസ്സ് ചെയ്ത കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരാകെ ഇപ്പോൾ ഒരു ഡെസലേഷനിലാണ് ഇരിക്കുന്നത്. ഇയാളെന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. എന്നാലും ഈ മാൻ ഓഫ് ഫെയ്ത്ത് അവിടെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹി ട്രൈ ടു റെഷർ ദ പീപ്പിൾ ദാറ്റ് ദേ ഹാവ് ദ പവർ ടു ഓവർകം ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് കൺഫ്യൂഷൻ ഈവൻ വെൻ ദ സർക്കംസ്റ്റൻസസ് ആർ ഡിഫിക്കൾട്ട്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെങ്കിലും അവർക്ക് ഓവർകം ചെയ്യാമെന്ന് ആണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ലീഡർ പോലെ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരാളെ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ദോ ദ ലീഡർ ഓൾസോ സഫേഴ്സ് അലോങ് സൈഡ് ദ പീപ്പിൾ, ദേ കനോട്ട് സീ ഹിൻ ദ ഡാർക്ക്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ബ്രദർ വേർ ആർ യു, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ മാൻ ഓഫ് ഫെയ്ത്ത് തിരിച്ചു പറയുന്നത്, ഐ ആം ബൈ യുവർ സൈഡ്. അങ്ങനെയാണ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്തായിരുന്നു, ആകെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് അവർ ബ്ലാങ്ക് ആണ്. അവിടെ ആ ഒരു സ്ലീപ്ലെസ്നെസ്, ഡെത്ത്, വോർ, ഇഗ്നറൻസ്, ഇവയൊക്കെ കാര്യങ്ങളൊക്കെ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, വിമൻസ് വീപ്പ് ചെയ്യുന്നു, അവർക്ക് സണ്ണിനെ ഹസ്ബൻഡിനെ ആലോചിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. അതിൽ അൺഎഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഈ ഒരു മാൻ ഓഫ് ഫെയ്ത്ത് വന്നിട്ട് അവരോട് പറയുന്നത്, ഇതെല്ലാം മാറും, ഇതൊക്കെ നമുക്ക് ശരിയാക്കാം, നമുക്ക് അതിനുള്ള പവറുണ്ട്, നമ്മൾ ലൈക്ക് മാൻ ഇസ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു മാൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, മേ ബി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഗാന്ധി ആയിരിക്കും. ബോത്ത് വേർ ദ മാൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദ പീപ്പിൾ. ആൻഡ് അവർക്ക് ഈ ആൾക്കാർക്ക്
ദേ ആർ അഫ്രെയ്ഡ്. അവർക്ക് എന്താ നടക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ദേ ആർ അഫ്രെയ്ഡ്. സോ അവർക്ക് ആ പറയുന്ന ആൾ പറയുന്നത് വിശ്വസിക്കാനൊന്നും അവർക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ആളുടെ ഫേസ് കാണാൻ പറ്റാത്തതിൻ്റെ കാരണം ദേ ആർ ഇൻ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ഓർ ഇഗ്നറൻസിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ മാൻ ഓഫ് ഫെയ്ത്തിൻ്റെ ഫേസ് കാണാൻ പറ്റായിരുന്നത്. അവർ ഈ ഒരു ലീഡറിനോട് നമ്മൾ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, ലൈക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നില്ല എന്ന്. ദേ ആർ ബ്ലൈൻഡ് സ്പിരിച്വലി, മെൻ്റലി ആൻഡ് ഇമോഷണലി. അപ്പോൾ മാൻ ഓഫ് ഫെയ്ത്ത് ആണ് അവരെ റെസ്ക്യൂ ചെയ്യാൻ ഇപ്പോൾ വന്നിട്ടുള്ള ഒരാൾ. ഓക്കെ, പിന്നെ ഈ ഐ ആം ബൈ യുവർ സൈഡ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ലൈക്ക് ആ ഒരു റിപ്ലൈ, അത് അവർ വിചാരിക്കുന്നത് ഇത് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അവരുടെ ഒരു ഡെസ്പറേറ്റ് ഡിസയർ കാരണം അവരുടെ സ്വന്തം വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ആർഗ്യൂ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ ഇപ്പോൾ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല എന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു എർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിലൊരു ജീവിതം എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ആൻ എൻലെസ് മെനൻസ്, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ ക്ലൗഡ്സ് ഒക്കെ അപ്പാർട്ട് ആവുന്ന സമയത്ത് മോർണിംഗ് സ്റ്റാർ വന്നു. ഈസ്റ്റിൽ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പം ആ ഒരു സമയത്ത് ഒരു ബ്രെത്ത് ഓഫ് റിലീഫ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ആൾക്കാരൊക്കെ എണീച്ച സമയത്ത് അവിടെ ആ ഒരു നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ലീവ്സ് ഒക്കെ ആ ഒരു ഫോറസ്റ്റ് പാത്തിൽ റിപ്പിൾ ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം, ഏർലി ബേർഡ് സിങ് ചെയ്യുന്നത് കേൾക്കാം. ഒരു കൈൻഡ് ഓഫ് ഒരു ലൈഫ് വരുന്ന പോലെ ഒരു തോട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ തേർഡ് സെക്ഷനാണ്. അപ്പോൾ ഈ തേർഡ് സെക്ഷനിൽ മോർണിംഗ് വന്നു, മാൻ ഓഫ് ഫെയ്ത്ത് അപ്പോൾ ആൾക്കാരോട് പറയുകയാണ് ദിസ് ഇസ് എ റൈറ്റ് ടൈം ടു ഗോ ഫോർ എ പിൽഗ്രിമേജ്. അപ്പം ആളിപ്പോൾ ആൾ ആദ്യം പറഞ്ഞത് സമയമായി എന്നാണ്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്തിനുള്ള സമയം എന്ന്. അപ്പോൾ ആൾ പറഞ്ഞു പിൽഗ്രിമേജിനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ഇരുന്ന് ആലോചിച്ചു. ആൻഡ് ഈ പിൽഗ്രിമേജ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും അവർ അതിന് പോകാമെന്ന് അഗ്രി ചെയ്തു. അപ്പോഴും ടാഗോർ ഒരു ബ്യൂട്ടിഫുൾ ഇമേജറി ഒക്കെ വെച്ചിട്ട് അവിടുത്തെ മോർണിംഗിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ ഒരു റേസ് ഓഫ് സൺ, ടച്ച് ഓഫ് ഡോൺ, അങ്ങനെ ഡീപ്പ് ഇൻ ടു സോയിൽ പോയി ആ റൂട്ട്സിലോട്ടൊക്കെ പോയി തട്ടുന്നത്. അപ്പോൾ ലൈഫ് ഇസ് റീജുവനേറ്റിംഗ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പിൽഗ്രിമേജിന് അവർ പോകുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ ഫുൾഫിൽമെൻറ്റ്, ടു ദ പിൽഗ്രിമേജ് ഓഫ് ഫുൾഫിൽമെൻറ്റ് എന്നാണ് പറയുന്നത്. അവർ അവരുടേതായ കുറേ ആഗ്രഹങ്ങൾ, അവരുടേതായ കുറേ ഡിസയറുകളുടെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ പിൽഗ്രിമേജിന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പിൽഗ്രിമേജിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ മെൻ അവരുടെ തലയൊക്കെ മെല്ലെ പൊക്കി ഒക്കെ ലൈക്ക് ദേ ആർ റെഡി. ഒരു ബെനവലൻസ് കൊണ്ടായിരിക്കാം അവരങ്ങനെ നോക്കുകയാണ് ആളെ. ആൻഡ് വിമൻ അവരും അവരുടെ ആംസ് ഇൻ റെവറൻസ് ലിഫ്റ്റ് ചെയ്തു. അവർ ദേ ആർ ഫുൾ ഓഫ് റെസ്പെക്ട്, ദേ ആർ ഇൻ ഫുൾ ഓഫ് റെസ്പെക്ട്. ഓക്കെ, ആൻഡ് ഈ ചിൽഡ്രൻ അവർ കൈയൊക്കെ കൊട്ടി ചിരിച്ച് ലോഫ് ചെയ്തൊക്കെ നിൽക്കുമായിരുന്നു ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞ സമയത്ത്. ആ ഒരു ഏർലി ഗ്ലോ ഓഫ് സൺ അവിടെ ഒരു ഗോൾഡൻ ഗാർലൻഡ് പോലെ ഷൈൻ ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത്. ആരുടെ മേലിൽ? ആ മാൻ ഓഫ് ഫെയ്ത്തിന് മേലിൽ. ഒരു നമ്മളിങ്ങനെ ഒരു ദൈവികമായൊരു സംഭവം പോലെ. അപ്പോൾ ആളുടെ മേലിൽ ഇങ്ങനെ ആ ഒരു ലൈറ്റ് വന്ന് തട്ടുന്നത്. ഇവൻ നേച്ചർ അഗ്രീസ് ഫോർ ദിസ് പ്ലാൻ, അതാണ് കാണുന്നത്. ദേ ഓൾ ക്രൈ ബ്രദർ വി സല്യൂട്ട് തീ, ബ്രദർ ലൈക്ക് വി ആർ ഫോളോയിങ് യു എന്ന് പറഞ്ഞിട്ട് ആണ് തേർഡ് സെക്ഷൻ തീരുന്നത്. ദെൻ ഫോർത്ത് സെക്ഷനിലോട്ട് വരുമ്പോൾ അവിടെ പിൽഗ്രിമേജിന് പോകുന്ന ആൾക്കാരെ കുറിച്ച് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിൽ നിന്ന് വരുന്നുണ്ട്. അവരൊക്കെ ഡിഫറെൻറ്റ് സെക്ഷൻസിൽ നിന്നാണ് വരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയണത്. അവരുടെ ഈ ജേർണി എന്ന് പറയുന്നത് ഇസ് ഫ്രം ഇഗ്നറൻസ് ടു നോളജ്. അങ്ങനെ ഒരു അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള ഒരു ജേർണി പോലെയാണ് അവർ ഈ പോകുന്നത്. അപ്പോൾ all around the world men begin to gather from all quarters, from across the sea, the mountains and pathless waste. They come from the valley of the Nile and the banks of the Ganges, from the snow-trunk uplands of Tibet, from high-walled cities of glittering towers, from the dense dark tangle of savage wilderness. Some walk, some ride on camels, horses and elephants, on chariots with banners weighing with the clouds of dawn. The priest of all creeds burn incense, chanting verses as they go. അപ്പോൾ വന്നിട്ടുള്ള ആൾക്കാരെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നൈൽ റിവറിൻ്റെ അവിടെ നിന്ന്, ഗാൻജസിൻ്റെ അവിടെ നിന്ന്, പിന്നെ പാത്ത്ലെസ് ആയിട്ടുള്ള ലൈക്ക് പാത്ത്ലെസ് വേസ്റ്റ് എന്ന സ്ഥലത്തു നിന്ന് ആൾക്കാർ, മൗണ്ടൻസിൽ നിന്നുള്ള ആൾക്കാർ, അക്രോസ് ദ സീ എന്ന് വന്ന ആൾക്കാർ, ടിബറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ, സ്നോ സംഘമായിട്ടുള്ള അപ്ലൻസ് ഓഫ് ടിബറ്റിൽ നിന്ന് വന്ന ആൾക്കാർ, ഗ്ലിറ്ററിങ് ടവേഴ്സിൻ്റെ ഹൈ വാൾഡ് സിറ്റീസിൽ നിന്ന് വന്നുള്ള ആൾക്കാർ, സാവേജ് വിൽഡർനെസ്സിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ നടന്നിട്ട് വരുന്നുണ്ട്, കുറേ ആൾക്കാർ ക്യാമൽസിൽ വരുന്നുണ്ട്, കുറേ ആൾക്കാർ ഹോഴ്സസിൽ വരുന്നുണ്ട്, എലിഫൻസിൽ വരുന്നുണ്ട്, ചില ആൾക്കാർ ചാരിയറ്റ് വിത്ത് ബാനേഴ്സ്, മേ ബി അത് മൊണാർക്ക് അല്ലെങ്കിൽ കിങ് ആയിരിക്കും, അതാണ് അങ്ങനെ കാണിച്ചത്. കിങ്ഡം, ഒരു കിങ്ഡത്തിൻ്റെ ബാനറൊക്കെ ഇട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ പ്രീസ്റ്റ് വരുന്നുണ്ട്. അവർ വരുന്ന സമയത്ത് അവർ ഈ ഇൻസെൻസ് ഒക്കെ കത്തിച്ചിട്ടും വേഴ്സസ് ചാൻഡ് ചെയ്തിട്ടൊക്കെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ മാർച്ച് അറ്റ് ദ ഹെഡ് ഓഫ് ദി ആർമി, അപ്പം ഇങ്ങനെ മൊണാർക്ക് ഹെഡ് ഓഫ് ദി ആർമീനെ മാർച്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. ആൻഡ് അവർ ഡ്രംസൊക്കെ ബീറ്റിംഗ് ലൗഡൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ബെഗേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് യങ് സ്കോളേഴ്സ്, അജൈലായിട്ടുള്ള യങ് സ്കോളേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഹു ആർ ബർഡൻഡ് വിത്ത് ലേൺഡ് ഏജ്. അവരൊക്കെ ഈ ക്രൗഡിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നെ
സ്ത്രീകളുടെ ഇടയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു, മദേഴ്സ് ഉണ്ടായിരുന്നു, മെയ്ഡൻസ് ഉണ്ടായിരുന്നു, ബ്രൈഡ്സ് ഉണ്ടായിരുന്നു, ഒരു തീഫ് ഉണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് സെയിൻ്റ് ആണെന്ന് ആക്ട് ചെയ്ത് നടക്കുന്ന, കാശ് കിട്ടാൻ വേണ്ടി സെയിൻ്റ് ആണെന്ന് ആക്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ഈ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഇവർ വന്നത് മുഴുവൻ അവരുടെ സെൽഫിഷ് ഇൻട്രസ്റ്റിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ്. അത് മോട്ടിവേറ്റഡ് ആയിട്ടാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അവർ ഡ്രീം ചെയ്യുന്ന ആ ഒരു ബൗണ്ട്ലെസ് പവറിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവർ ആ ഒരു ഗ്രൂപ്പായിട്ട് ഒന്നും മിങ്കിളൊന്നും ആവുന്നില്ല. കാരണം അവരുടെ ആ ഒരു സ്പെഷ്യൽ സെൽഫിഷ് ആയിട്ടുള്ള റീസണിന് വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വന്നു. ആൻഡ് അവർ എന്നാലും പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു സോഷ്യൽ ഹൈറാർക്കി അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ അവരുടെ ലൈക്ക് അവരുടേതായ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവർ കംപ്ലീറ്റ്ലി ആ ഒരു ഡാർക്ക്നെസ്സിൽ നിന്ന് ഔട്ടായിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് വന്നത്? ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട്. അവരുടെ ഫുൾഫിൽമെൻറ്റ് എന്താണെന്ന് അവർ പുറത്ത് പറയുന്നില്ല. അവരത് സീക്രട്ടായിട്ട് അവരുടെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരത് ഉള്ളിൽ മാത്രം വെച്ച് പുറത്ത് പറയാതെ ദേ ഡെയർ നോട്ട് ടോക്ക് അലൗഡ് ബട്ട് ഇൻ ദെയർ മൈൻഡ്സ് ദേ മാഗ്നിഫൈ ദെയർ ഓൺ ഗ്രീഡ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഇരുന്നിട്ട് ആ ഒരു ഗ്രീഡ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രീം ഓഫ് ബൗണ്ട്ലെസ് പവർ, അവരുടെ ബൗണ്ട്ലെസ് പവറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രീം. അവർക്ക് എന്താ വേണ്ടത്? ദേ വോണ്ട് അൺലിമിറ്റഡ് എക്സംഷൻ ഫ്രം ദ ക്രൈം ഓർ പണിഷ്മെൻറ്റ്. അവർക്ക് അതെന്നൊക്കെയാണ് വേണ്ടത്. ചില ആൾക്കാർക്ക് പ്ലണ്ടർ ചെയ്യണം, ചില ആൾക്കാർക്ക് ലൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്ലണ്ടർ ചെയ്യണം. ആൻഡ് ഇറ്റേണിറ്റി ഓഫ് ഫീസ്റ്റ് ഫോർ ദെയർ അൺക്ലീൻ ഗ്ലട്ടനസ് ഫ്ലഷ്. ചില ആൾക്കാർക്ക് ദേ വോണ്ട് ടു ഹാവ് ഫ്ലഷ്. മേ ബി സെക്ഷൽ ആയിട്ടുള്ള സംഭവമായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവർ ഫോൾട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ആൻഡ് ദേ ആർ ആസ്കിങ് ഫോർ നോ പണിഷ്മെൻറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് അവരുടേതായ ഉള്ളിലുള്ള കുറച്ച് ഈവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിസീവിങ് ആയിട്ടുള്ള പല പല വിഷസൊക്കെയാണ് ഓരോരുത്തർക്കുള്ളത്. നല്ലതുണ്ടാവും, പക്ഷെ ചീത്തയുമുണ്ട്. എനിവേ, നെക്സ്റ്റ് 5th പറയണത് മാൻ ഓഫ് ഫെയ്ത്ത്. ആ ഒരു ഹോട്ടായിട്ടുള്ള സാൻഡിൽ നടന്നു പോവുകയാണ്, സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടൻസ് ഒക്കെ കയറി പോവുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ആളെ ഫോളോ ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരും വീക്ക് ആയിട്ടുള്ള ആൾക്കാരും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും യങ് ആയിട്ടുള്ള ആൾക്കാരും കിങ്ങുകളും ഫാമേഴ്സും അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാ സോഷ്യൽ സ്ട്രക്ചറിലുള്ള ആൾക്കാരും ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്, മാൻ ഓഫ് ഫെയ്ത്തിനെ. ഇങ്ങനെ നടന്ന് അവർക്ക് വയ്യാതെയാവുകയാണ്. അവരുടെ കാലൊക്കെ വേദനിക്കാൻ തുടങ്ങുകയാണ്. ചില ആൾക്കാർക്ക് ദേഷ്യം വരുന്നുണ്ട്, ചില ആൾക്കാർക്ക് സസ്പീഷ്യസ് ആണ്. ലൈക്ക് ഇതെന്താ ഇത് നടക്കൂ. അവർക്ക് ഭയങ്കര സ്ലോ ആയിട്ട്, അവർ ഭയങ്കര ലിങ്കറിങ് ആയിട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വലിയ ക്രൗഡല്ലേ, അപ്പം അതിങ്ങനെ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രയും വലിയ ആൾക്കാർ ഇങ്ങനെ നടന്ന് കയറി മെല്ലെ കയറി പോകണ്ടേ. അപ്പോൾ ആദ്യം എത്തുന്നവർക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവും, സാധനമുള്ളവർക്ക് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഓരോ ഡ്രാഗിങ് സ്റ്റെപ്പിലും ചോദിക്കുന്നത് ഹൗ മച്ച് ഫാദർ ഇസ് ദി എൻഡ്, ഇത് എത്താൻ എത്ര നേരം എടുക്കും എന്ന് ചോദിച്ചിട്ടാണ് അവർ അങ്ങനെ ഓരോ സ്റ്റെപ്പും ഡ്രാഗിങ് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. വലിച്ചാണ് അവർ നടക്കണം, വയ്യ അവർക്ക് നടക്കാൻ. അപ്പം മാൻ ഓഫ് ഫെയ്ത്ത് തിരിച്ച് എന്ത് പറയും? ഹി സിങ്സ് ഇൻ ആൻസർ. അത് കേൾക്കുമ്പോൾ അവർക്ക് ഇറിറ്റേറ്റഡ് ആവും. ദേ സ്കോൾ. അവർക്ക് ദേഷ്യം കാരണം അവരുടെ കൈ ഇങ്ങനെ ഫിസ്റ്റൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ആവും. യെറ്റ് ദേ കനോട്ട് റെസിസ്റ്റ്. പക്ഷെ എന്നാലും അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് അവിടെ എത്തണം, ആ ഒരു സ്ഥലത്തോട്ട് എത്തണം. അതിന് വേണ്ടിയിട്ടാണുള്ളത് പോണത്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രഷർ ഓഫ് ദ മൂവിങ് മാസ്, ഒരു ഇൻഡിഫിനായിട്ട് ഉള്ള ഒരു ഹോപ്പും അങ്ങനെ അതാണ് അവർ തള്ളി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നത്, ആ ഒരു ഹോൾ മാസിനെ. അവർ ഉറക്കം കുറച്ചായി, അവർ റെസ്റ്റ് എടുക്കാതെയായി. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരുടെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു, നീ വേഗം നടക്കുന്നില്ല എന്നൊക്കെ പറയലൊക്കെ ആയി. ആൻഡ് ദേ ആർ എവർ അഫ്രെയ്ഡ് ലെറ്റ്സ് ദാറ്റ് മേ ബി ടു ലേറ്റ് ഫോർ ദെയർ ചാൻസ്. അവർക്ക് വേഗം എത്തണം, അവർക്ക് ആ ചാൻസ് നഷ്ടപ്പെടാൻ പറ്റില്ല. അവരിങ്ങനെ വേഗം എന്ന് പറഞ്ഞ ചാൻസ് കിട്ടാതിരിക്കാൻ അവർക്ക് പറ്റില്ല. ബാക്കിയുള്ളവർക്ക് ഫോർച്യൂൺ ആവുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം പോകുന്നവർക്ക് ഫോർച്യൂനേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ലേറ്റ് ആവാൻ പറ്റില്ല. അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. എവർ റിസീഡിങ് ഹൊറൈസൺ മുഴുവൻ അവരിങ്ങനെ പാസ് ചെയ്യുകയാണ്. ലാസ്റ്റ് ആകുമ്പോഴേക്കും അവർക്ക് മതിയായി. അവരുടെ ഫേസൊക്കെ കനത്തു, ഫേസ് ഹാർഡൻ, ദെയർ കേഴ്സസ് ഗ്രോ ലൗഡർ ആൻഡ് ലൗഡർ. ആദ്യമൊക്കെ അവർ മെല്ലെ പറഞ്ഞിരുന്നത്, ഇപ്പോൾ പിന്നെ ഓപ്പൺലി ഉറക്കെ പറയാൻ തുടങ്ങി. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ അവർ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓൾഡും യങ്ങും കിങ്ങും അങ്ങനെ പല ആൾക്കാരുണ്ടായിരുന്നു, പല സെക്ഷൻസ് ഒന്നും ആൾക്കാരുണ്ടായിരുന്നു. ദേ ഓൾ ആർ ടയർഡ് ഓഫ് ദ ജേർണി ആൻഡ് ദേ ആർ ആസ്കിങ് ഹൗ മച്ച് മോർ ദേ ഹാവ് ടു ഡ്രാഗ് ഓൺ ടു റീച്ച് ദി എൻഡ്. അവർ ജേർണി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അവർക്ക് അവരുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു. ദേ ആർ ആംഗ്രി വിത്ത് ദ മാൻ ഓഫ് ഫെയ്ത്ത് ആസ് ദേ ഹാവ് റീച്ച്ഡ് ദെയർ ഡെസ്റ്റിനേഷൻ യെറ്റ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു കഴ്സിങ് ലൗഡ്ലി. ഇനി 6th പറയണത് ഒരു നൈറ്റ് ആയപ്പം ഒരു എറി ഫീലിംഗ് അവിടെ ഉണ്ട്. ഡാർക്കർ ആവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ മാറ്റൊക്കെ വിരിച്ച് ഗ്രൗണ്ടിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുകയാണ് അണ്ടർ ദ ബാനിയൻ ട്രീ. അവിടെ ആ ഒരു ലൈറ്റിനെ ഒരു കാറ്റ് വന്ന് അടയ്ക്കുന്നു. അവിടെ ഡാർക്ക്നെസ് അതിനെ ഫുൾ ഡീപ്പായിട്ട് ഇങ്ങനെ വരികയാണ്. സ്ലീപ്പ് ഇൻ ടു എ സ്വൂൺ. ആ ഒരു സമയത്ത് someone ഫ്രം ദ ക്രൗഡ് സഡൻലി എണീക്കുകയാണ്. ആൻഡ് പോയിന്റിംഗ് ടു ദ ലീഡർ വിത്ത് മേഴ്സിലെസ് ഫിംഗർ, കൈ ചൂണ്ടിയിട്ട് പറയാണ്, ഫാൾസ് പ്രൊഫറ്റ് thou has deceived us. അപ്പോൾ ആ മാൻ ഓഫ് ഫെയ്ത്തിനെയാണ് ഫാൾസ് പ്രൊഫറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞങ്ങളെ ഡിസീവ് ചെയ്തു നിങ്ങൾ എന്നാണ് പറഞ്ഞത്.
അത് കേട്ടപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും എണിച്ച് ഇതേപോലെ ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി. വുമൻസ് ഒക്കെ ആളുടെ അടുത്ത് പിന്നെ ഹിസ് ചെയ്യാൻ തുടങ്ങി ദേഷ്യം കാരണം. മെൻ ഗ്രൗൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ബോൾഡർ ആയിട്ടുള്ള ഒരാൾ വേഗം വന്നിട്ട് ആളെ മേ ബി തല്ലിയിട്ടുണ്ടാവും, ഡീൽസ് ഹിം എ ബ്ലോ. ആൻഡ് അവർക്ക് ആളുടെ ഫേസ് ഒന്നും കാണുന്നില്ല, പക്ഷേ ഈ അടി വീണു. ആൻഡ് അതിനുശേഷം എല്ലാവരും കൂടെ ആളായിട്ട് അടിക്കുമായിരുന്നു. ആൻഡ് ഹിറ്റ് ഹിം ടിൽ ഹി ലൈസ് പ്രോൺ അപ്പോൺ ദ ഗ്രൗണ്ട്, ഹിസ് ലൈഫ് എക്സ്റ്റെൻഡ്. അങ്ങനെ അവസാനം ആളുടെ ജീവൻ പോകുന്നത് വരെ, ആൾ മരിക്കുന്നത് വരെ ആ നിലത്തിട്ടിട്ട് ആളെ അടിക്കുമായിരുന്നു എല്ലാവരും കൂടെ ചെയ്തത്. ആൻഡ് ഹിസ് ബോഡി ലൈസ് ദെയർ. അവിടെ നൈറ്റ് സ്റ്റില്ലാണ്. ആ ഡിസ്റ്റൻറ്റ് വാട്ടറിൻ്റെ ആ ഒരു മഫിൾഡ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് ഇപ്പോഴും കേൾക്കാം. അങ്ങനെ അവിടെ ആ ഒരാളുടെ ഡെത്തിന് ശേഷം ജാസ്മിൻ ഫ്ലോട്ട്സ് ഇൻ ദി എയർ. അവിടെ ജാസ്മിൻ കൊണ്ട് കാണിക്കുന്നത് ആളുടെ സ്പിരിറ്റ് ആയിരിക്കാം മേ ബി ഈ ഒരു മാൻ ഓഫ് ഫെയ്ത്തിൻ്റെ. അപ്പോൾ ആ ഒരു ജാസ്മിൻ്റെ ഫ്രേഗ്രൻസ് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു എയറിൽ. അല്ലെങ്കിൽ അത് ആ ഒരു സിംബോളിക് ലൈഫ് ആ മാൻ ഓഫ് ഫെയ്ത്ത് ലീഡ് ചെയ്യുന്നതായിരുന്ന ആ സിംബോളിക് ലൈഫ് ആ പീപ്പിൾസിനോടുണ്ടായിരുന്ന ആ ഒരു ഇൻഫ്ലുവൻസ്, അതൊക്കെയാണ് അത് കാണിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 7th പറയുന്നത് പിൽഗ്രിംസ് എല്ലാവർക്കും അവർക്ക് പേടിയാവാൻ തുടങ്ങി. വിമൻ അവർ കരയാൻ തുടങ്ങി. മെൻ ഈ ചെയ്ത ഒരു ഇതിൻ്റെ ഫ്രസ്ട്രേഷനിലിരിക്കുന്ന സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ ചീത്ത പറയുന്നുണ്ട്. ആൻഡ് ഷൗട്ട് ദം ടു സ്റ്റോപ്പ്. ഈ ഒരു വെറ്റ്നെസ്സിൻ്റെ ഈ ഒരു അഗണിയിലിരിക്കുന്ന അവരോട് ഷൗട്ട് ചെയ്യാണ് കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഡോഗ്സ് വന്ന് കുരയ്ക്കാൻ തുടങ്ങി, സ്റ്റാർട്ട് ടു ബാർക്ക്. അതിൻ്റെ അവിടുത്തെ മെന്ന് അവരെ അടിച്ചിട്ട് അവരെ മിണ്ടാതെയാക്കിച്ചു എന്നാണ് പറയുന്നത്. സൈലൻസ് ബ്രോക്കൺ ബൈ മൂൺസ്. ആൻഡ് അവിടുത്തെ നൈറ്റ് അത് എൻലെസ് ആയ പോലെ തോന്നുകയാണ്. മെന്നും വിമനും അവരെല്ലാവരും ആകെ ഒരുമാതിരി സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. ഇപ്പം ദേ സ്റ്റാർട്ടഡ് ടു ക്വാറൽ അബൌട്ട് ആരെ ബ്ലെയിം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ നീയാണ് ചെയ്തത്, ഞാനാണ് ചെയ്തത്, അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദേ സ്ട്രീക്ക് ആൻഡ് ഷൗട്ട് ആസ് ദേ ആർ റെഡി ടു അൺഷീറ്റ് ദെയർ നൈഫ്സ്. അവരിപ്പോൾ കത്തി എടുക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ അങ്ങനെ കത്തി ഇപ്പോൾ എടുത്തിട്ട് ലൈക്ക് ഞാനല്ല ചെയ്തേ, നീയാണ് ഇപ്പം എന്നോട് ഞാനാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അല്ലാന്ന് പറഞ്ഞിട്ട് ദേഷ്യം കൊണ്ട് കത്തി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരാം. ദ ഡാർക്ക്നെസ് പെയിൽസ്, ദ മോർണിംഗ് ലൈറ്റ് ഓവർഫ്ലോസ്. നെക്സ്റ്റ് മോർണിംഗ് ആയി. ആ മോർണിംഗ് ആയപ്പോൾ അവർ സ്റ്റില്ലായി ആകെ. കാരണം അവർക്ക് എന്താ അവിടെ കാണുന്നത്, ആ ഡെഡ് ബോഡി കാണുന്നുണ്ട്. അവർ കൊന്ന ആ ഒരു ഡെഡ് ബോഡി കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ സ്ത്രീകൾ കരയാൻ തുടങ്ങി. മെൻ അവരുടെ ഫേസ് ഹൈഡ് ചെയ്തു. അവർക്കത് കാണാൻ വയ്യ എന്നുള്ളത് കൊണ്ട് അവർ ഫേസ് ഹൈഡ് ചെയ്യാണ്. കുറച്ച് ആൾക്കാർ ആരും കാണാതെ അവിടെ നിന്ന് മുങ്ങാൻ നോക്കി. പക്ഷെ അവരുടെ ക്രൈം അവരെ ചെയിൻഡാക്കി ആ വിക്ടിമിൻ്റെ അടുത്ത്. വിക്ടിം ആരാണ്? മാൻ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ വിക്ടിമിൻ്റെ അടുത്ത് അവരെ ചെയിൻഡാക്കി ആ ക്രൈം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബിവിൽഡർമെൻറ്റ്, ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു കെയോസിൽ അവർ ചോദിക്കുകയാണ് ഇനി ആര് നമുക്ക് വഴി കാണിച്ചു തരും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓൾഡ് മാൻ ഫ്രം ദ ഈസ്റ്റ് എന്നൊരു ഓൾഡ് മാൻ ആൾ വന്നിട്ട് പറയാണ് ദ വിക്ടിം. അപ്പം ഇതൊക്കെ കേട്ടപ്പോഴും അവർ ആ പീപ്പിൾസ് എല്ലാവരും സ്റ്റിൽ ആൻഡ് സൈലൻ്റ് ആയിട്ടാണ് ഇരുന്നുണ്ടായിരുന്നത്. അഗൈൻ ആ ഓൾഡ് മാൻ പറഞ്ഞു വി റെഫ്യൂസ്ഡ് ഹിം ഇൻ ഡൗട്ട്. നമ്മൾ അവനോട് ലൈക്ക് അവൻ്റെ അടുത്ത് റെബലായത് നമുക്ക് ഡൗട്ട് ഉള്ളപ്പോഴായിരുന്നു. അത് ജീസസിനെയാണ് റെഫർ ചെയ്യുന്നത്. വി റെഫ്യൂസ്ഡ് ഹിം ഇൻ ഡൗട്ട്, വി കിൽഡ് ഹിം ഇൻ ആങ്കർ. നമ്മുടെ ദേഷ്യത്തിലാണ് അവനെ കൊന്നത്. നൗ വി ഷാൽ അക്സെപ്റ്റ് ഹിം ഇൻ ലവ്. നമ്മൾ ഇനി അവനെ ലവിലോടെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയണം. അപ്പോൾ നമ്മുടെ കൂടെ അവൻ ഉണ്ടാവും. ഫോർ ഇൻ ഹിസ് ഡെത്ത് ഹി ലിവ്സ് ഇൻ ദ ലൈഫ് ഓഫ് അസ് ഓൾ ദ ഗ്രേറ്റ് വിക്ടിം. അപ്പം അവൻ്റെ മരണത്തിന് ശേഷം അവൻ നമ്മളുടെ ഉള്ളിൽ ജീവിക്കും, ദ ഗ്രേറ്റ് വിക്ടിം എന്ന് പറയാണ്. അത് കേട്ടപ്പം അവിടെ എല്ലാ ആൾക്കാരെല്ലാവരും എണിച്ച് നിന്നിട്ട് ദേ സ്റ്റാൻഡ് അപ്പ് ആൻഡ് മിങ്കിൾ ദെയർ വോയിസ് ആൻഡ് സിംഗ് വിക്ടറി ടു ദ വിക്ടിം, വിക്ടറി ടു ദ വിക്ടിം. അപ്പോൾ ഈ ഒരു വിക്ടിമിനെ അവരാണ് കൊന്നുണ്ടായിരുന്നത്. പക്ഷെ വിക്ടിം ആയതും അവർ കൊന്നതിന് ശേഷമാണ്. ആൻഡ് അപ്പോൾ ഈ ഒരു വിക്ടറി ടു ദ വിക്ടിം എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ഫോളിനെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. ഈ ജീസസിനുള്ള റെഫറൻസ് എന്ന് പറയാൻ കാരണം ജീസസിന്റെ ബ്ലഡ് എങ്ങനെയാണോ ഹ്യൂമാനിറ്റീനെ എന്താ പറയുക ആ സിനിൽ നിന്ന് ഫ്രീ ആക്കിയത്, അതേപോലെ തന്നെയാണ് ഈ ഒരു മാൻ ഓഫ് ഫെയ്ത്തിന്റെ ബ്ലഡും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആളുടെ ഒരു ഡെത്തും. അപ്പോൾ ഈ വിക്ടിം വിൽ വാക്ക് ത്രൂ ദ ബിലീവേഴ്സ്. ജീസസ് മനുഷ്യരിലൂടെ നമ്മളിലൂടെ ഉള്ളതുപോലെ ഈ മാൻ ഓഫ് ഫെയ്ത്ത് ആ മനുഷ്യരുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് 8th പറയുന്നത് ടു ദ പിൽഗ്രിമേജ് കോൾസ് ദി യങ് ടു ലവ്, ടു പവർ, ടു നോളജ്, ടു വെൽത്ത് ഓവർഫ്ലോയിങ്. അവരുടെ ആ ഒരു ഡിസയേഴ്സ്, അവർ എന്തിനാ ഈ പിൽഗ്രിമേജിന് പോയതെന്നാണ് പറയുന്നത്. ടു ലവ്, ടു പവർ കിട്ടാൻ, നോളജ് കിട്ടാൻ, വെൽത്ത് കിട്ടാൻ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓവർഫ്ലോയിങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിച്ച് വിൽ നെവർ എൻഡ്. ഇത് ഒരിക്കലും അവസാനിക്കില്ല, ഓവർഫ്ലോയിങ് ആണ്, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വി ഷാൽ കോങ്കർ ദ വേൾഡ് ബിയോണ്ട് ദിസ്. ദേ ഓൾ ക്രൈ എക്സൾട്ടഡ് ഇൻ തണ്ടറിങ് കാറ്റ്രറ്റ് ഓഫ് ദ വോയിസ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എക്സോൾട്ട് ചെയ്ത് പറയുവാണ്. ഒരു എന്താ പറയുക ഇടിമുഴക്കത്തിൻ്റെ സൗണ്ടിൽ അവർ പറയുന്നതൊക്കെ വരാണ്, നമ്മൾ എന്തിനാ ഈ വേൾഡിനെ കോങ്കർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോഴും എല്ലാവർക്കും സെയിം മീനിങ് അല്ല. അവർ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സംഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ആ മീനിങ് അവർക്ക് സെയിം ആയിരുന്നില്ല എല്ലാവർക്കും. പക്ഷെ എന്നാലും ദേ സ്റ്റാർട്ടഡ് മൂവിങ്. അവർ പിന്നെ അതിനുശേഷം ഇനി എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചിട്ടില്ല, എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല. അവർക്കൊരു ഡൗട്ട്സും ഉണ്ടായിരുന്നില്ല. അവരുടെ മൈൻഡൊക്കെ അങ്ങനെ ഒരു ഡൗട്ട്സും കൊണ്ട് ബേർഡൻഡ് ആയിരുന്നില്ല. ആ ലീഡറിൻ്റെ സ്പിരിറ്റ് അവരുടെ കൂടെയുണ്ട്, എവർ ബിയോണ്ട് ദം. അവരുടെ ഒപ്പമുണ്ട്, അവരുടെ കൂടെയുണ്ട്, അവരുടെ മുന്നേ ഉണ്ട്. ഡെത്ത് ക്രോസ് ചെയ്ത ആളാണ് ലീഡർ, എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്ത ആളാണ് ലീഡർ. ആളാണ് ഇവരുടെ കൂടെ ഉള്ളത്.
അവരൊരുപാട് സ്ഥലങ്ങളൊക്കെ ട്രാവൽ ചെയ്തു. ഫീൽഡ്സ് എന്താ പറയുക, വിതച്ച അല്ലെങ്കിൽ കൊയ്ത അല്ലെങ്കിൽ ഫുൾ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെ പല പല സ്ഥലങ്ങൾ അവർ അങ്ങനെ കവർ ചെയ്ത് പോവുകയാണ്. Where granary where the harvest is gathered and across the barren soil where famine dwells. അങ്ങനെ ഒരുപാട് വിളവുള്ള സ്ഥലം, ഒന്നുമില്ലാത്ത ഫാമിനായിട്ടുള്ള വളർച്ച വന്നിട്ടുള്ള ഒരു സ്ഥലം, അങ്ങനെ പലതും അവർ പാസ് ചെയ്തിട്ട് പോവാണ്. ഓരോ ഫേസസ് ഓഫ് ലൈഫ് ആയിരിക്കാം മേ ബി അതൊക്കെ സിഗ്നിഫൈ ചെയ്യണത്. ഒരുപാട് പോപ്പുലസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള സിറ്റീസ്, ഹമ്മിങ് വിത്ത് ലൈഫ്, ജീവനോട് തുടിക്കുന്ന ആ ഒരു സിറ്റീസൊക്കെ അവർ പാസ് ചെയ്ത് പോവാണ്. ആരുമില്ലാത്ത ഡം ഡെസലേഷൻ ആയിട്ടുള്ള റൂയിൻഡ് പാസ്റ്റിലൂടെ അവർ പോവാണ്. അങ്ങനെ അൺക്ലാഡ് അല്ലെങ്കിൽ അൺക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ അവർ പോവാണ്. പിന്നെ ഒരുപാട് തൊഴുത്തൊക്കെ അവർ കാണുന്നുണ്ട്. അതിനെ തൊഴുത്തെന്ന് പറയാൻ അത് വീടെന്ന് വിളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അവർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനത്തെ കുഞ്ഞു സ്ഥലങ്ങളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പം ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ് അവർ കാണുന്നത്. ലോങ് അവേഴ്സ് ഓഫ് ദ സമ്മർ ഡേ അവർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വൈകുന്നേരം ഈ മാൻ ഹു റീഡ്സ് ദ സ്കൈനോട് അവർ ചോദിക്കുകയാണ്, ബ്രദർ നമ്മൾ എത്താറായോ, നമ്മുടെ ഫൈനൽ ഹോപ്പ് അല്ലെങ്കിൽ പീസിലോട്ട് നമ്മൾ എത്താറായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ വൈസ്മാൻ തല കുനിക്കിയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വാനിഷിംഗ് ക്ലൗഡ് ഓഫ് ദ സൺസെറ്റ്. ഈ സൺസെറ്റിൻ്റെ അവസാനത്തെ വാനിഷിംഗ് ക്ലൗഡാണത്. ഫ്രണ്ട്സ്, എക്സോൾട്ട് ദ യങ്, ഡു നോട്ട് സ്റ്റോപ്പ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ട. ഈ നൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട. നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് ആ ഒരു കിങ്ഡം ഓഫ് ലിവിങ് ലൈറ്റിലോട്ട് നമ്മൾ എത്തണം. നമ്മൾ ഈ നൈറ്റും നടക്കണം. സോ ദേ ഗോ ഇൻ ദ ഡാർക്ക്. അവർക്ക് ആ റോഡ് കാണുന്നില്ല, ഒന്നും ക്ലിയർ അല്ല. പക്ഷേ ആ റോഡിനൊക്കെ അതിൻ്റെ മീനിങ് അറിയുന്ന പോലെ അതിന് വഴി അറിയാം. അണ്ടർ ഫുട്ട് ഡംബ്ലി സ്പീക്സ് ഓഫ് ഡയറക്ഷൻ. ആ ഡസ്റ്റ് നമ്മുടെ കാലിന് താഴെയുള്ള മണ്ണിന് ആ ഡയറക്ഷൻ അറിയാം. ആ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്റ്റാർസ്, സെലസ്റ്റിയൽ വേ ഫെറേഴ്സ് സിംഗ് ഇൻ സൈലന്റ് കോറസ്. സ്റ്റാർസ് ഒക്കെ സൈലന്റ് കോറസിൽ സിംഗ് ചെയ്യാണ്, മൂവ് ഓൺ കോമറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇൻ ദ എയർ ഫ്ലോട്ട് ദ വോയിസ് ഓഫ് ദ ലീഡർ. ആ ഒരു എയറിൽ ആ ലീഡറിന്റെ വോയിസ് കേൾക്കാൻ പറ്റും. ദ ഗോൾ ഇസ് നൈ, നിയർ ആയി, ആ ഗോൾ നിയർ ആയി എന്ന് പറയാണ്. അതാണ് 8th സെക്ഷനിൽ. അപ്പോൾ ഇവിടെ ആ ഒരു മാൻ ഓഫ് ഫെയ്ത്തിൻ്റെ സ്പിരിറ്റ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹാർഡിൽസിൽ നിന്നും പാസ് ചെയ്തിട്ട് ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു അവരുടെ ആഗ്രഹിച്ച ആ ഒരു സാൽവേഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ ഉള്ള ഒരു പിൽഗ്രിമേജിന് ഹെൽപ്പ് ചെയ്യാൻ ഈ സ്പിരിറ്റ് ഉണ്ട്. അവർ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവർ ആരെയും അക്യൂസ് ചെയ്തില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തില്ല. അവർക്ക് ആ ഒരു വേൾഡ്ലി റിച്ചസ് അവരുടെ മൈൻഡിലുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഒരുപാട് ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പിലൂടെ അവർ പോവുകയാണ്. ബ്ലെസ്ഡ് വിത്ത് ഗുഡ് ഹാർവസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്, ഡെസേർട്ടഡ് ആയിട്ടുള്ള ഡ്രാഫ്റ്റ് കാരണം ഡെസേർട്ടിലായിട്ടുള്ള പ്ലേസിൽ കൂടെ അവർ പോകുന്നുണ്ട്. ആ ഗ്രൂപ്പ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നൈറ്റ് അവർ ചോദിക്കുകയാണ് എത്താറായോ എന്ന്. അപ്പോൾ ആൾ എത്താറായി എന്നും പറയുന്നുണ്ട്. 9th സെക്ഷനിൽ പറയുന്നത്, ആ സ്കൈ നോക്കി സ്കൈ റീഡ് ചെയ്യുന്ന ഒരു മാൻ ഹു റീഡ്സ് ദ സ്കൈ ക്രൈസ്, ഫ്രണ്ട്സ് വി ഹാവ് കം എന്ന് പറയാണ്, നമ്മൾ എത്തി എന്ന് പറയാണ്. അപ്പോൾ അവരെല്ലാവരും നോക്കിയിട്ട് 4 പാട് നോക്കുകയാണ്. അവിടെ അങ്ങനെ ഒരുപാട് ഗോൾഡൻ ആയിട്ടുള്ളൊരു ഏർത്തിനെ നമുക്ക് കാണുന്ന മോർണിംഗ് ലൈറ്റ്, അവിടെ കോണൊക്കെ റൈപ്പായിട്ട് നിൽക്കുന്ന ഒരു സീൻ, അതാണ് അവർക്ക് കാണുന്നത്. ദ കറന്റ് ഓഫ് ഡെയിലി ലൈഫ് മൂവ് സ്ലോലി. അവിടെ ആ ഒരു ഡെയിലി ലൈഫ് ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുന്ന പോലെ. ബിറ്റ്വീൻ ദ വില്ലേജ് നിയർ ദ ഹിൽ ആൻഡ് ദ വൺ ബൈ ദ റിവർ ബാങ്ക്. ആ റിവർ ബാങ്കിൻ്റെയും ഹില്ലിൻ്റെ ഇടയിലുള്ള ആ ഒരു വില്ലേജിൽ സമയം മെല്ലെ പോകുന്ന പോലെ അവർക്ക് തോന്നി. പോട്ടറിൻ്റെ വീല് ഇങ്ങനെ റൗണ്ടിൽ കറങ്ങുന്നുണ്ട്. വുഡ് കട്ടർ ഫ്യൂവൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. കവുനെ മേയിച്ച് നടക്കുന്ന ആൾ കാറ്റിലിനെ പാസ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിക്ചർ തലയിൽ കുടം വെച്ച് നടക്കുന്ന വുമൻ നടന്ന് വെല്ലിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. പക്ഷെ എവിടെ ഈ കിങ്ങിൻ്റെ കാസിൽ, എവിടെ ഗോൾഡിൻ്റെ മൈനൊക്കെ ഉള്ളത്, സീക്രട്ട് ബുക്ക് ഓഫ് മാജിക് എവിടെ, ലവിനെ കുറിച്ചുള്ള അട്ടർ വിസ്ഡം അറിയുന്ന സേജ് എവിടെ? അപ്പോൾ സ്റ്റാർസിന് എന്തായാലും ഒരിക്കലും തെറ്റില്ല. അഷോസ് ദ റീഡർ ഓഫ് ദ സ്കൈ, ദ സിഗ്നൽ പോയിന്റ്സ് ടു ദ സ്പോട്ട്. ആ സ്ഥലത്തോട്ടാണ് എന്താ പറയുക സിഗ്നൽ കാണിക്കുന്നതെന്ന് പറയാണ്. And reverently he walks to the wayside spring from which wells up a stream of water, liquid light like the morning melting into the chorus of tears and laughter sings, mother open the gate. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടേക്ക് നടന്നു പോയിട്ട് അവിടെ ഉള്ള ആ ഒരു ഗേറ്റ് അവിടെ പറയാണ് മദർ ഓപ്പൺ ദ ഗേറ്റ് എന്ന്. അത് കാണിക്കുന്നത് ജീസസിൻ്റെ ആ ഒരു വരവ്, ജീസസിനെ പുറത്തേക്ക് വിടാൻ, അപ്പം അമ്മ മേരി പുറത്തേക്ക് വിടാൻ വേണ്ടി പറയുന്നതായിരിക്കാം. അതായിരിക്കും മദർ ഓപ്പൺ ദ ഗേറ്റ്, ലെറ്റ് ഹിം കം, എന്താ പറയുക കം ഔട്ട്. അല്ലാതെ അവർക്ക് ആ ഒരു സാൽവേഷൻ വേണം, അതിന് വേണ്ടിയിട്ട് ആ ഗേറ്റ് തുറക്കൂ എന്ന് പറയുന്നതും ആയിരിക്കാം. അപ്പോൾ അവർ ആദ്യം കണ്ടത് ഒരു നോർമൽ വില്ലേജ്, പീപ്പിൾ ആർ ഡൂയിങ് നോർമൽ എവറി ഡേ തിങ്സ്. ബോത്ത് സൈഡിലും അവർക്ക് ഈ കോൺ റൈപ്പ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ടൈം ടു ഹാർവെസ്റ്റ് എന്നാണ് ആ സിറ്റുവേഷൻ കാണിക്കുന്നത്. അത് ഭയങ്കര ഗോൾഡൻ കളറാണ്, അവിടുത്തെ സൺഷൈനും അതിൽ വീഴുന്നുണ്ട്. അവർ ഫുൾ ഗോൾഡൻ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്. അവിടെ റിച്ചസോ ഇല്ല, വിസ്ഡം ഇല്ല, അവരുദ്ദേശിച്ച സംഭവങ്ങളൊന്നുമില്ല. അവരൊക്കെ മൈൻ ഓഫ് ഗോൾഡും സീക്രട്ട് ബുക്സ് ഓഫ് മാജിക്കും കിങ്ങിൻ്റെ കാസിലും ഇതൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ അതൊന്നും ഇല്ല. അപ്പം ഈ മറ്റേ സ്കൈ നോക്കി പറയുന്നുണ്ടായിരുന്ന ആൾ ഇവരെല്ലാവരും കൂട്ടിയിട്ട് ഒരു സ്ട്രീം ഓഫ് വാട്ടറിൻ്റെ അടുത്ത് പോവാണ്. ഒരു ലിക്വിഡ് ലൈറ്റ്, ആ ലിക്വിഡ് ലൈറ്റ് അവർ ലൈറ്റ് ആണല്ലോ. അപ്പോൾ ഓരോ ആൾക്കാരും അവർ സെർച്ച് ചെയ്യുന്ന കാര്യം ആ ലൈറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ലിക്വിഡ് ലൈറ്റ്.
മോർണിംഗ് അവിടെ ബ്ലർ ആവുന്നുണ്ട്. അവിടെ ഒരുപാട് ടിയേഴ്സ് ആസ് വെൽ ആസ് ലാഫ്റ്റർ നമുക്ക് കേൾക്കാൻ പറ്റും. എല്ലാ പീപ്പിളും ഓൾ ദ ഡിഫറെൻറ്റ് പീപ്പിൾ ഗ്യാദർ ദെയർ ആർ നൗ യുണൈറ്റഡ് ബൈ ദർ ഇമോഷൻ. അവരാകെ ഓവർസ്ട്രക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് 10th സെക്ഷനിൽ റേ ഓഫ് മോർണിംഗ് സൺ സ്ട്രൈക്സ് ഇസ് ലാൻഡ് അറ്റ് ദ ഡോർ. അപ്പോൾ ആ ഒരു ഗേറ്റ് അല്ലെങ്കിൽ ആ ഒരു വാതിലിൻ്റെ അവിടെ റേ ഓഫ് മോർണിംഗ് വന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ ഈ അസംബിൾഡ് ക്രൗഡ് അവരുടെ ലൈക്ക് ആ ഒരു ബ്ലഡ് പ്രിമീവിയൽ ചാൻറ്റ് ഓഫ് ക്രിയേഷൻ അവർക്ക് ബ്ലഡിൽ ഫീൽ ചെയ്യാണ്. അപ്പം പറയാണ് മദർ ഓപ്പൺ ദ ഗേറ്റ്. അങ്ങനെ പറയുമ്പോൾ ഗേറ്റ് തുറക്കുന്നു. ആ മദർ അവിടെ ആ ഒരു വൈക്കോലിൻ്റെ മേളിൽ ഇരിക്കുകയാണ്. അവരുടെ മടിയിൽ ഒരു ബേബ് ഉണ്ട്, ഒരു കുഞ്ഞു കൊച്ചുണ്ട്. ആ ഒരു ലൈറ്റ് ലൈക്ക് ഒരു ഡോൺ പോലെ ഒരു മോർണിംഗ് സ്റ്റാർ, ജീസസിനെയാണ് മോർണിംഗ് സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ വേൾഡിൽ മനുഷ്യർക്ക് വേണ്ടി ഇവിടെ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ പോകുന്ന, ലൈറ്റ് കൊണ്ടുവരാൻ പോകുന്ന ആളാണ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഒരു ഡോൺ പോലെ ആ ഒരു ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ നമ്മുടെ മടിയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ സണ്ണിൻ്റെ റേ ഇത്രയും നേരം അവിടെ പുറത്ത് ഡോറിൻ്റെ ഔട്ട്സൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ആ സണ്ണിൻ്റെ റേ ഈ കുട്ടിയുടെ തലയിൽ പോയിട്ട് വീഴുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോയറ്റ് ഒരു ല്യൂട്ട് എടുത്തിട്ട് പാടാൻ തുടങ്ങുകയാണ്. ആൻഡ് അവർ പാടുന്ന വിക്ടറി ടു ദ മാൻ ദ ന്യൂ ബോൺ ദ എവർ ലിവിങ്. അവരെല്ലാവരും മുട്ടുകുത്തി കിങ്ങും ബെഗറും സെയിൻറ്റും എല്ലാ മനുഷ്യന്മാരും സിന്നറും വൈസും ഫൂളും എല്ലാവരും അവർ മുട്ടുകുത്തിയിട്ട് പറയാണ് വിക്ടറി ടു ദ മാൻ ദ ന്യൂ ബോൺ ദ എവർ ലിവിങ്. ആ ഒരു ഓൾഡ് മാൻ ഫ്രം ദ ഈസ്റ്റ് മേമർ ചെയ്യാണ് ഐ ഹാവ് സീൻ, ഞാൻ കണ്ടു. അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ആവാണ്. ഹീ ഈസ് ഫുൾഫിൽഡ്, ഹീ ഈസ് കണ്ടന്റഡ്. ഇനി ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ബേബി എന്ന് പറയുന്നത് ഇസ് എ സിമ്പിൾ ഓഫ് ദി ഇറ്റേണൽ ക്രിയേഷൻ ആൻഡ് ഹോപ്പ്. എല്ലാ പിൽഗ്രിംസും ആ ബേബി അല്ലെങ്കിൽ ആ ചൈൽഡിനെ വേർഷിപ്പ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഇമ്മോർട്ടാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ് ഈ ഒരു എല്ലാ കുട്ടികളും, ഓരോ കുട്ടികൾ ജനിക്കുമ്പോഴും ഇമ്മോർട്ടാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് പ്രില്യൂഡ്സ് ദ ബിഗിനിങ് ഓഫ് ഡോൺ ആൻഡ് ഓൾസോ സിംപ്ലൈസ് എ ന്യൂ ബിഗിനിങ് ഓർ ഫ്രഷ്നെസ്. മോർണിംഗ് സ്റ്റാർ എപ്പോഴും രാവിലെ മോർണിംഗ് സ്റ്റാർ ഏതാ സണ്ണല്ലേ, രാവിലെ വരുമ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര വെളിച്ചം, ആ ഒരു ബിഗിനിങ്, ഒരു ഫ്രഷ്നെസ്, അതാണ് അത് സജസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ കുട്ടിയുടെ തലയിലോട്ട് ഈ ഒരു സണ്ണിൻ്റെ റേസ് വരുന്നു എന്ന് കാണുമ്പോൾ അതൊരു ഡിവൈൻ ഹാലോ അതുപോലെയാണ് അതവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നേച്ചറും ഈ ഒരു കുട്ടിയുടെ ബർത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ മാൻകൈൻഡിനെ പോലെ എന്നാണ് അവിടെ സജസ്റ്റ് ചെയ്യണത്. ഇവിടെ ഈ ന്യൂ ബോൺ സിംബലൈസ് ചെയ്യുന്നത് മാൻകൈൻഡ് ഇസ് നോട്ട് ഡെഡ് യെറ്റ്. അപ്പോൾ ആ ഒരു റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെയാണ് ഇവിടെ ഇൻഡയറക്ട്ലി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഫറൻസും ഇല്ലാതെ ഡിസ്പൈറ്റ് ഓൾ ദ ഡിഫറൻസ് ഓഫ് റേസ്, ക്രീഡ്, ക്ലാസ്, ആ എൻറ്റയർ ഗ്രൂപ്പും അവിടെ ഇരുന്ന് മുട്ടുകുത്തി ക്രൈ ചെയ്യാണ്, യുണൈറ്റഡ് ആയിട്ട് അവർ ക്രൈ ചെയ്യാണ് വിക്ടറി ടു മാൻ ദ ന്യൂ ബോൺ ദ എവർ ലിവിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്ന ഡിസ്റ്റിങ്ഷൻസ്, ഡിഫറൻസ് ഇതെല്ലാം ബ്ലേർഡായി, എല്ലാം ഇല്ലാതെയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോം എൻഡ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് നോട്ടിലാണ്. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത് മേ ബി ടാഗോർ ഹിംസെൽഫ് ആയിരിക്കാം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആൻഡ് ഇതിനെ ഒരു കൊളോണിയൽ അല്ലെങ്കിൽ ഇമ്പീരിയൽ റൂളിൽ നിന്ന് ഫ്രീഡത്തിൻ്റെ കാര്യം പറയുന്നതും നമുക്ക് അങ്ങനെയും കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ മാൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ജീസസിന് പകരം ഗാന്ധിനെ നമുക്ക് അലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ദ ചൈൽഡ് സിംപ്ലൈസസ് എ ന്യൂ ബിഗിനിങ് ആൻഡ് ഫ്രീഡം അച്ചീവ്ഡ് സക്സസ്ഫുള്ളി, അങ്ങനെ പറയാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെ അത് ക്ലിയർ ചെയ്ത് തരാം. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, bye from Lost in Literature. Stay safe everyone.